രാജ്യസഭാ സീറ്റിലെ തർക്കം പരിഹരിക്കാൻ LDF യോഗം AKG സെന്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. CPM സെക്രട്ടേറിയറ്റ് യോഗവും CPI എക്സിക്യൂട്ടീവ് യോഗവും രാവിലെ വെവ്വേറെ ചേരും. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയിലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം, RJD എന്നീ കക്ഷികൾ. വിനോദ് തുടരുകയാണ്. വിനോദ്, ഈ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഒരു സമവായം ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള സമവായ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. ഇന്ന് LDF യോഗം ചേരുന്നു, മറ്റ് ഘടകകക്ഷികളുടെ യോഗം ചേരുന്നു. യോഗങ്ങൾക്കൊരു പഞ്ഞവുമില്ല, പക്ഷേ സമവായം അകലെയാണ് എന്ന് തോന്നുന്നു, അല്ലേ? KP, വളരെ നിർണായകമായ LDFിൻ്റെ യോഗം ഇന്ന് നടക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് AKG സെൻറ്റർ യോഗം നടക്കുന്നത്. അതിൽ പ്രധാനമായും തീരുമാനിക്കേണ്ടത് രാജ്യസഭാ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചുള്ള തീരുമാനമാണ് വരേണ്ടത്. അതിനു മുമ്പായി ഇത് വലിയ കീറാമുട്ടിയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. കാരണം CPIയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഒരു സീറ്റിനായി കടിപിടി കൂടുന്ന സാഹചര്യം. ഈ രണ്ട് കക്ഷികൾ മാത്രമല്ല, RJD, NCP തുടങ്ങിയ കക്ഷികളും രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്നുള്ള ശക്തമായ അവകാശവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന് തീരുമാനിക്കാനും രാജ്യസഭയിലെ സ്ഥാനാർത്ഥിയെ, CPMൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും രാവിലെ 10 മണിക്ക് AKG സെൻട്രൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, പ്രത്യേക സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. നമുക്കറിയാം, രാജ്യസഭയിൽ 3 ഒഴിവുകൾ വരുന്നു. 2 സീറ്റിലാണ് LDFന് ജയിക്കാൻ കഴിയുക. ഒരു സീറ്റ് CPM എടുക്കുന്നു, ഒരു സീറ്റാണ് ഘടകകക്ഷികൾക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സീറ്റിൽ CPM സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് തീരുമാനിക്കണം. എളമരം കരീമിൻ്റെ കാലാവധിയാണ് അവസാനിക്കുന്നത്, അത് തീരുമാനിക്കണം. മാത്രമല്ല, മറ്റൊരു സീറ്റ് ഘടകകക്ഷിയായ CPIക്ക് നൽകണോ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകണോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടതും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ്. 10 മണിക്ക് CPM സെക്രട്ടേറിയറ്റ് യോഗവും 10:30 മണി രാവിലെ 10:30 CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നു. CPI കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, ആ സീറ്റ് ഞങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇതേ അവകാശവാദമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉന്നയിക്കുന്നത്. കാരണം അവരുടെ പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയുടെ കാലാവധിയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഞങ്ങളുടെ സീറ്റ് ലഭിച്ചേ മതിയാകൂ എന്ന് പറയുന്നു. RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാർ, അദ്ദേഹവും സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. NCPയും ഈ സീറ്റിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം ഇന്ന് പരിഹരിച്ചേ മതിയാവും. കാരണം 13-ാം തീയതി വരെയാണ് രാജ്യസഭയിലേക്ക് നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി. അതുകൊണ്ട് ഇന്ന് ഇതിന്മേലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. എന്തെല്ലാം പൊട്ടിത്തെറികൾ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. മറുഭാഗത്തേക്ക് നോക്കിയാൽ ഒരു സീറ്റ് UDFനുള്ളതാണ്. UDFിൻ്റെ സീറ്റ് മുസ്ലിം ലീഗിനാണ് നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗവും തിരുവനന്തപുരത്ത് കൂടുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, കാരണം PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ നിയമസഭാ സമ്മേളനം കാരണം തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം കൂടി അവരുടെ സ്ഥാനാർത്ഥി ആര് എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിലും സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യൂത്ത് ലീഗിന് അവരുടെ നേതാക്കളിൽ ഒരാൾക്ക് രാജ്യസഭാ സീറ്റ് നൽകണം എന്നൊരാവശ്യം യൂത്ത് ലീഗ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പ്രവാസി വ്യവസായിക്ക് നൽകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചില നേതാക്കൾ പറയുന്നു. അത്തരത്തിൽ എല്ലാം മുസ്ലിം ലീഗിനുള്ളിലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട്. അത് പരിഹരിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതൃയോഗവും തിരുവനന്തപുരത്താണ് നടക്കുന്നത്. അതുകൊണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ളതിൽ ഇന്ന് ഏകദേശ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. KP.